ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നീണ്ട കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളുടെ വീഡിയോ വരികയാണ്. അന്ന് ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മളുടെ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അടുത്തൊരു വീഡിയോ ചെയ്യൂ എന്നുള്ളതാണ്. കാരണം ഏകദേശം ഒരു 2-3 ആഴ്ചയോളം ഗ്യാപ്പായി തോന്നുന്നു. ഒന്നാമത് തറ ഉണങ്ങാത്തതിൻ്റെയും പിന്നെ നമുക്ക് പണിക്കുള്ള ആളെ കിട്ടാത്തതിൻ്റെയൊക്കെ ഉള്ള ഓരോ ബുദ്ധിമുട്ടുകൾ. പിന്നെ കുറേ കൂട്ടുകാരന്മാരുടെയൊക്കെ കല്യാണങ്ങളുണ്ടായിരുന്നു. കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ഫുള്ള് എൻഗേജ്ഡ് ആയിരുന്നു. ഇന്ന് നമ്മളുടെ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞു. അതായത് ഡിസംബർ 31, 2024 വീടിൻ്റെ തറപ്പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞത് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നിലം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതേപോലെ ഈ കാണുന്ന പോലെ ഹോളോബിക്സ് ലൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ആ പോർഷനിൽ ഹോളോബിക്സ് ഇട്ടേക്കുന്നിടത്ത് കൂടെ നമുക്ക് കട്ട കെട്ടാനുള്ളതാണ്. അപ്പോൾ അത് ഒന്നുകൂടെ ഒരു ബെൽറ്റ് പോലെ ഒരു സ്ട്രോങ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്തായാലും വണ്ടിയും കോൺക്രീറ്റ് ചെയ്യാനുള്ള പണിക്കാരും വണ്ടിയും അതിനുള്ള സിമെൻറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. നമ്മൾ ലാസ്റ്റ് കോൺക്രീറ്റിന് വേണ്ടി അന്ന് സിമെൻറ്റും മണലുമായിട്ട് കൊണ്ടുവന്നത് ഒരു ടിപ്പറിൽ പകുതി സിമെൻറ്റും പകുതി മണലുമായിട്ടാണ്. സിമെൻ്റ് അല്ല കേട്ടോ, എംസാൻഡ്. അപ്പോൾ വീണ്ടും ഇന്നും അതേപോലെ ഇന്ന് രാവിലെ പകുതി എംസാൻഡും പകുതി മെറ്റലുമായിട്ടാണ് ഇന്നും കൊണ്ടുവന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മളുടെ ആ കട്ട കെട്ടിയേക്കിൻ്റെ ഇടയ്ക്കിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് മട്ടി ഇറക്കിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കേട്ടോ പരിപാടികളെല്ലാം മുന്നോട്ട് നീങ്ങിയത്. കാരണം അവർ 7 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം ചെറുപ്രാന്നും പറഞ്ഞിട്ട് തീർന്നു. ഒരു 9 മണിയായപ്പോൾ 10 മണിയായപ്പോൾ വന്നു. സൈഡെല്ലാം ഫുള്ള് പട്ടിക അടിച്ചു. അത് കഴിഞ്ഞ് കോൺക്രീറ്റ് തുടങ്ങി. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി, മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ രീതിക്ക് നമ്മൾ ആദ്യം 3 ഇഞ്ച് കനത്തിൽ ചെയ്തിട്ട് അതിന് മുകളിൽ വീണ്ടും ഒരു ഫുള്ള് ഔട്ടറിലൂടെ ഒരു ലൈനും കൂടെ വേറെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ ഫൈനൽ ലുക്കാണ്. അതായത് നമ്മൾ ഫസ്റ്റ് 3 ഇഞ്ച് കനത്തിൽ ഫ്ലോർ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തു. നമ്മളുടെ കോണിയുടെ 2 കാല് പിന്നെ ആ കാണുന്ന കാല് ഇതിലെല്ലാം മറ്റേ കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കോൺക്രീറ്റ് എല്ലാം ഫുള്ള് ഫില്ല് ചെയ്തു. പിന്നെ നമ്മളുടെ ഔട്ടർ സൈഡ് ഉണ്ടല്ലോ, ഔട്ടർ സൈഡിൽ ആദ്യം പില്ലറിൻ്റെ ഒപ്പത്തിനാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തത്. അതിനുശേഷം പ്ലേറ്റിൻ്റെ ഒപ്പത്തിന് ഒരു 7 ഇഞ്ച് വീതിയിൽ 7 ഇഞ്ച് വീതിയിൽ ഒരു 3 ഇഞ്ച് കനത്തിൽ അല്ലാതെയും ഔട്ടറിൽ ഒരു ബെൽറ്റ് പോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്തിരിക്കണേ. നമുക്ക് ഇത് 716 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. ഈ 716 സ്ക്വയർ ഫീറ്റിൽ നമുക്കിത് 3 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 യൂണിറ്റ് മെറ്റലും 2 യൂണിറ്റ് എംസാൻഡും നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 1/2 യൂണിറ്റാണ് എംസാൻഡും മെറ്റലും, 1/2 യൂണിറ്റ് വീതം ബാക്കിയുണ്ട്. 25 ചാക്ക് സിമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 4 ചാക്ക് സിമെൻറ്റും ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് രാവിലെ വന്നു. 5 മണി ആയപ്പോഴേക്കും ഫുള്ള് പരിപാടിയും തീർന്ന് പണിക്കാരെല്ലാവരും പോയി. പിന്നെ ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഈ കട്ടലാണ്. അത് ഇനിയിപ്പോൾ എന്തായാലും ഇത് ദിവസമൊക്കെ നനച്ചു കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട്, അതായത് അടുത്ത തിങ്കളാഴ്ചത്തേക്കൊക്കെയാണ് ഇത് ബാക്കി പരിപാടികളുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കട്ട കെട്ടുന്ന വീഡിയോ. ഓക്കെ, ഇനി അതിൻ്റെ ഇടയിൽ വേറെ ഇപ്പോൾ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ദിവസം നനയ്ക്കാൻ വരിക എന്നുള്ളത് മാത്രമാണ്. പിന്നെ എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പലയിടത്തുനിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ, വീട് പണി എന്തായി എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചതിൽ വളരെയധികം സന്തോഷം. കാരണം നമ്മളുടെ വീഡിയോ കാണാനും അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കാനും ആൾക്കാരുണ്ടല്ലോ എന്ന് നമുക്കറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ പണി
ഇതുവരെ ആയിട്ടുണ്ട്. ഇനി അടുത്ത പണി കഴിഞ്ഞ് ആകുമ്പോൾ ആ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണാം. അതുവരെയും വീണ്ടും ബൈ ബൈ. താങ്ക് യു.